ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ സിങ്ക്രണസ് ബസ്സിൻ്റെ സ്ട്രക്ചറും ഓപ്പറേഷൻസും ഒക്കെ നോക്കി. ഇനി അസിങ്ക്രണസ് ബസ് ഓപ്പറേഷൻസ് ആണ്. An alternative scheme for controlling data transfer on bus is based on the use of a handshake protocol between the master and the slave. Handshake is an exchange of command and response signals between the master and the slave. But data transfer on the bus is controlled by a handshake between master and slave. ഇവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസ്സറാണ്, സ്ലേവ് എന്ന് പറയുന്നത് നമ്മുടെ IO ഡിവൈസസ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഹാൻഡ് ഷേക്ക് സിഗ്നൽ ഇസ് എ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ പാസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ അസിൻക്രണസ് മോഡിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. Common clock in the asynchronous bus case is replaced by two ടൈമിംഗ് കൺട്രോൾ ലൈൻസ്. അതായത് ഇവിടെ കോമൺ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ സിങ്ക്രണസ് ബസ്സിൻ്റെ കേസിൽ ഒരു ക്ലോക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രാൻസിഷൻ എഡ്ജസിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഇതിന് പകരം നമ്മൾ രണ്ട് കൺട്രോൾ ലൈൻസ് ആണ് കൊടുക്കുന്നത്. മാസ്റ്റർ റെഡി, സ്ലേവ് റെഡി എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ ലൈൻ. അപ്പോൾ മാസ്റ്റർ റെഡി കൺട്രോൾ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ മാസ്റ്റർ, അതായത് പ്രൊസസ്സർ ഈസ് റെഡി ടു ആക്സെപ്റ്റ് ഓൾ ഓപ്പറേഷൻസ് എന്നാണ്. അതുപോലെ സ്ലേവ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IO ഡിവൈസസ് ഈസ് റെഡി ടു റീഡ് ഓർ റൈറ്റ് suppose read or write some data onto the processor or some display some data to the display devices. Likewise, slave is for IO devices. Okay. Master ready signal is asserted by the master to indicate to the slave that it is ready to participate in a data transfer. അതായത് പ്രൊസസ്സർ ഡാറ്റ ട്രാൻസ്ഫറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മാസ്റ്റർ റെഡി സിഗ്നൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലേവ് റെഡി സിഗ്നൽ ഈസ് അസേർട്ടഡ് ബൈ ദ സ്ലേവ് ഇൻ റെസ്പോൺസ് ടു ദ മാസ്റ്റർ റെഡി ഫ്രം ദ മാസ്റ്റർ ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടു ദ മാസ്റ്റർ ദാറ്റ് ദ സ്ലേവ് ഈസ് റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഡാറ്റ ട്രാൻസ്ഫർ. അതായത് സ്ലേവ് റെഡി എന്ന് പറയുന്നത് സ്ലേവ്സ്, അതായത് നമ്മുടെ IO ഡിവൈസസ് ആണ് സ്ലേവ് റെഡി എന്ന് പറയുന്ന സിഗ്നൽ അസേർട്ട് ചെയ്യുന്നത്. അത് മാസ്റ്റർ റെഡി സിഗ്നലിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് അസേർട്ട് ചെയ്യുന്നത്. മാസ്റ്റർ എന്തെങ്കിലും ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ IO ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന സമയത്ത് സ്ലേവും റെഡി ആവണം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡാറ്റ റീഡ് ചെയ്യേണ്ടെങ്കിൽ, ഇപ്പോൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കീബോർഡ് റെഡി ആവണം. അപ്പോൾ മാസ്റ്റർ റെഡി എന്നുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, സ്ലേവ് റെഡി സിഗ്നൽ ഈ IO ഓപ്പറേഷൻസിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. A data transfer controlled by handshake protocols proceeds as follows. ഇതൊക്കെയാണ് സ്റ്റെപ്സ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. മാസ്റ്റർ പ്ലേസസ് ദ അഡ്രസ് ആൻഡ് കമാൻഡ് ഇൻഫർമേഷൻ ഓൺ ടു ദ ബസ്. അതായത് അഡ്രസ് ബസ്സിൻ്റെ അകത്തേക്ക് അഡ്രസ്സ് പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് കമാൻഡ്, റീഡ് കമാൻഡ് ആണോ റൈറ്റ് കമാൻഡ് ആണോ, ആ കമാൻഡും പ്ലേസ് ചെയ്യും. Then asserts the master ready signal to indicate to the slaves that the address and command information has been placed on the bus. മാസ്റ്റർ റെഡി സിഗ്നൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ റെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലേവിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ അഡ്രസ് ഡീകോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെ IO ഡിവൈസസ് പ്ലേസ് ചെയ്തിട്ടുണ്ടോ ആ IO ഡിവൈസസ് കംപ്ലീറ്റ് ആയിട്ട് ഈ അഡ്രസ്സ് ഡീകോഡ് ചെയ്യും. ദെൻ ഏത് IO ഡിവൈസിൻ്റെ അഡ്രസ്സുമായിട്ടാണോ ഈ അഡ്രസ്സ് മാച്ച് ചെയ്യുന്നത് ആ മാച്ച് ചെയ്ത ഡിവൈസ് മാത്രം എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതായത് ഓൾ ഡിവൈസസ് ഓൺ ദ ബസ് ഡീകോഡ് ദ അഡ്രസ്, ദെൻ അഡ്രസ് സ്ലേവ് പ്ലേസ്ഡ് പെർഫോംസ് the required operation and informs the processor it has done so by asserting the slave ready signal. Master remove all the signals from the bus once slave is asserted. അതായത് സ്ലേവ് ഐഡൻറ്റിഫൈ ചെയ്തു, അതായത് സ്ലേവിൻ്റെ അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്തു ആൻഡ് സ്ലേവ് കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു എന്ന് മാസ്റ്ററിന് മനസ്സിലായി കഴിഞ്ഞാൽ മാസ്റ്റർ റെഡി സിഗ്നൽ അത് പ്രൊസസ്സർ എന്ത് ചെയ്യും, മാസ്റ്റർ റെഡി സിഗ്നൽ റിമൂവ് ചെയ്ത് കളയും. കാരണം നെക്സ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റർ റെഡി അഗെയിൻ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓൾറെഡി ആ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ റെഡി സിഗ്നലിനെ ഇതിൻ്റെ അകത്ത് റിമൂവ് ചെയ്യും. ഇഫ് ദ ഓപ്പറേഷൻ ഈസ് എ റീഡ് ഓപ്പറേഷൻ മാസ്റ്റർ ഓൾസോ സ്ട്രോപ്സ് ദ ഡാറ്റ ഇൻ ടു ഇറ്റ്സ് ഇൻപുട്ട് ബഫർ. അതായത് റീഡ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ ഈ സ്ലേവ് ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു ബഫറിലേക്കോ ആ ഡാറ്റേനെ സേവ് ചെയ്ത് വെക്കും.
ഇപ്പം സിങ്ക്രണസ് ഹാൻഡ് ഷേക്ക് മോഡലുള്ള ഓപ്പറേഷൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് T0 ടൈമിംഗ് സിഗ്നൽ T0 നമ്മൾ നേരത്തെ ആണെങ്കിൽ ക്ലോക്ക് സിഗ്നൽസ് ഉണ്ടായിരുന്നു. ഇവിടെ ക്ലോക്ക് സിഗ്നൽസ് ഇല്ല, ഇവിടെ ജസ്റ്റ് ടൈമിംഗ് സിഗ്നൽസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ലോക്കിൻ്റെ ട്രാൻസിഷൻ എഡ്ജിലല്ല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്, ഓരോ ടൈമിംഗ് സിഗ്നൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദെൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ എന്ത് ചെയ്യും, മാസ്റ്റർ അഡ്രസ് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മാസ്റ്റർ എന്ത് ചെയ്യും നോക്കുക, അഡ്രസ്സും അതുപോലെ തന്നെ കമാൻഡ് റീഡ് ഓർ റൈറ്റ് കമാൻഡ് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ദെൻ മാസ്റ്റർ റെഡി, ആ T0 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൻ്റെ കേസിൽ വരുന്നത് ആ അഡ്രസ് ആൻഡ് കമാൻഡ് പ്ലേസിംഗ് മാത്രമാണ്. ദെൻ T1 അഡ്രസ്സിൽ നോക്കുക, മാസ്റ്റർ അസേർട്സ് ദ മാസ്റ്റർ റെഡി സിഗ്നൽ. അപ്പോൾ T1ലാണ് എന്ത് ചെയ്യുന്നത്, മാസ്റ്റർ റെഡി സിഗ്നൽ അസേർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, മാസ്റ്റർ റെഡി ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ റെഡി ആയി എന്നുള്ള ഇൻഫർമേഷൻ, അതായത് പ്രോസസ്സർ റെഡി ആയി, ഓപ്പറേഷൻ ചെയ്യാൻ പെർഫോം ചെയ്യാൻ റെഡി ആയി എന്നുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി അഡ്രസ് ഉണ്ട്, കമാൻഡ് ഉണ്ട്, ദെൻ മാസ്റ്റർ റെഡി സിഗ്നൽ ജനറേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യാം, അഡ്രസ്ഡ് സ്ലേവ് പ്ലേസ് ദ ഡാറ്റ ഓൺ ദ ബസ് ആൻഡ് അസേർട്സ് ദ സ്ലേവ് റെഡി സിഗ്നൽ. അതായത് ഈ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് നമ്മൾ ഏതൊക്കെ സ്ലേവ്സ് പ്രസൻ്റ് ആണോ, സ്ലേവ്സ് കംപ്ലീറ്റ് അവരുടെ അഡ്രസ്സുമായിട്ട് അവരത് പോൾ ചെയ്ത് നോക്കും, അത് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്ലേവുമായിട്ട് അത് മാച്ച് ചെയ്യും. ആ മാച്ച് ചെയ്യുന്ന സ്ലേവ് ആണ് എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് സ്ലേവ് റെഡി സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ സ്ലേവ് ആണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ബസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും. അപ്പോൾ T2 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൻ്റെ സമയത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്ലേവ് റെഡി ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, സ്ലേവ് മാച്ചിങ്, സ്ലേവ് എന്ത് ചെയ്യുന്നു, റെഡി ആയെന്നുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ മാച്ചിങ് സ്ലേവ് എന്ത് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് ഡാറ്റ ബസ്സിൽ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഈ സ്ലേവ് റെഡി സിഗ്നൽ ജനറേറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് T3 എന്ന് പറയുന്ന ആ സിഗ്നൽ ആവുന്ന സമയത്തേക്കും ഈ സ്ലേവ് റെഡി സിഗ്നൽ എന്ത് ചെയ്യുന്നു, മാസ്റ്റർ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. മാസ്റ്റർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാസ്റ്റർ റെഡി എന്ന് പറഞ്ഞ സിഗ്നൽ അവിടെ ഓഫ് ചെയ്യും. അതായത് മാസ്റ്റർ റെഡി, ഇനി നെക്സ്റ്റ് ഓപ്പറേഷന് വേണ്ടി മാത്രമേ മാസ്റ്റർ റെഡി ആവേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, മാസ്റ്റർ റെഡീനെ അവിടെ ആക്റ്റീവ് ലോ ആക്കി വെച്ചു. ദെൻ സ്ലേവ് റെഡി ഇപ്പോഴും ആക്റ്റീവ് ഹൈ ആയിട്ട് തന്നെയാണുള്ളത്. അപ് ടു ഈ ഡാറ്റേനെ അവർ റീഡ് ചെയ്തെടുക്കുന്നത് വരെ സ്ലേവ് റെഡി എന്തായിരിക്കും, ഹൈ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഡാറ്റാബേസ് നോക്കുക, ഡാറ്റാബേസിൽ ഈ ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്ക് T4 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. അതായത് നമുക്ക് എന്താണോ ഡാറ്റ വേണ്ടത് ആ ഡാറ്റേനെ കറസ്പോണ്ടിങ് രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസിലേക്കോ ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് എന്താ, ഇനിയിപ്പോൾ നമുക്ക് സ്ലേവ് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. അപ്പോൾ ഈ അഡ്രസ്സും കമാൻഡും നമുക്കിനി ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഓപ്പറേഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ അഡ്രസ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ അഡ്രസ്സിനെ ചേഞ്ച് ചെയ്യാം. അതായത് മാസ്റ്ററിന് നെക്സ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഈ മാസ്റ്റർ റെഡി ഈ സിഗ്നൽ കഴിഞ്ഞിട്ടും കുറച്ച് സമയം വരെ നമ്മുടെ സ്ലേവ് റെഡിയും അതുപോലെ തന്നെ ഡാറ്റയും ഇവിടെ പ്രസൻ്റ് ആണ്. കാരണം നെക്സ്റ്റ് ഓപ്പറേഷൻ ആകുമ്പോഴത്തേക്ക് മാത്രമേ ഇനി സ്ലേവിനെ നമുക്ക് ഫ്രീ ആക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ മാസ്റ്റർ നെക്സ്റ്റ് അഡ്രസ്സ് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് കമ്പാരിസൺ നടക്കുമ്പോഴത്തേക്കും സ്ലേവ് എന്താവും, ആക്റ്റീവ് ലോ ആവും. അതുപോലെ തന്നെ ഡാറ്റാ ബസ്സിനെ ക്ലിയർ ചെയ്തിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. മാസ്റ്റർ പ്ലേസ് ദ അഡ്രസ് ആൻഡ് കമാൻഡ് ഇൻഫർമേഷൻ ഓൺ ദ ബസ് T0 ചെയ്യുന്നതാണ്. ദെൻ T1 മാസ്റ്റർ അസേർട്സ് ദ മാസ്റ്റർ റെഡി സിഗ്നൽ. മാസ്റ്റർ റെഡി സിഗ്നൽ ഈസ് അസേർട്ടഡ് അറ്റ് T1 ഇൻസ്റ്റെഡ് ഓഫ് T0. T1 മാസ്റ്റർ റെഡി ആവുന്നത്, T0 Then addressed slave places the data on the bus and asserts the slave ready signal. ഏത് സ്ലേവ് ആണോ സ്ലേവ് എന്ത് ചെയ്യുന്നു, ഡാറ്റ അസേർട്ട് ചെയ്യുന്നു ആൻഡ് സ്ലേവ് റെഡി സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. സ്ലേവ് റെഡി സിഗ്നൽ അറൈവ്സ് അറ്റ് മാസ്റ്റർ. സ്ലേവ് റെഡി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ സിഗ്നൽ മാസ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ മാസ്റ്റർ റിമൂവ് ദ അഡ്രസ് ആൻഡ് കമാൻഡ് ഫ്രം ഇൻഫർമേഷൻ. അതായത് മാസ്റ്റർ റെഡി സിഗ്നലിനെ ലോ ആക്കുന്നു. ദെൻ മാസ്റ്റർ കമാൻഡ് ആൻഡ് അഡ്രസ് റിമൂവ് ചെയ്യുന്നു. Slave receives the transition of master ready signal from 1 to 0. Slave എന്ത് ചെയ്യുന്നു, ഈ മാസ്റ്റർ റെഡി സിഗ്നൽ 1 to 0 ആയി എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ പോകുന്നു. അപ്പോഴത്തേക്കും സ്ലേവ് എന്ത് ചെയ്യും, സ്ലേവിൻ്റെ സിഗ്നലും ആക്റ്റീവ് ലോ ആക്കും. അതായത് 1 എന്ന് 0ലേക്ക് സെറ്റ് ചെയ്യും. അതാണ് ഇറ്റ് റിമൂവ്സ് ദ ഡാറ്റ ആൻഡ് സ്ലേവ് റെഡി സിഗ്നൽ ഫ്രം ദ ബസ്. മാസ്റ്റർ റെഡി ആക്റ്റീവ് ലോ ആയി കഴിഞ്ഞെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ലേവ് റെഡിയും കറസ്പോണ്ടിങ് ആക്റ്റീവ് ലോ ആവും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഡാറ്റ അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് സിങ്ക്രണസ് ഓപ്പറേഷൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ.